കഴിഞ്ഞ ഒരു 4-5 വർഷങ്ങൾക്ക് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായി വന്നതിന് ശേഷം ഇങ്ങോട്ട് പ്രതിപക്ഷ നേതാവിനേക്കാൾ കൂടുതൽ ജനങ്ങൾ പ്രതിപക്ഷ നേതാവായി കണ്ടുപോയത് അദ്ദേഹത്തെയാണ്. അദ്ദേഹം പ്രതിപക്ഷ നേതാവിൻ്റെ പണിയെടുക്കുന്നു എന്നല്ല പറഞ്ഞത്, ജനങ്ങളുടെ വോയിസ്, മൈ ഗവൺമെൻറ് എന്ന് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ആത്മാർത്ഥമായി ഉള്ളിൽ തട്ടിയാണ് പറയുന്നത്. അദ്ദേഹം പല രാഷ്ട്രീയ പാർട്ടികൾ മാറിയിട്ടുണ്ടാവും, പക്ഷേ ആരും തന്നെ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പം രാഷ്ട്രീയമായിട്ട് നിങ്ങൾക്ക് അദ്ദേഹത്തിനെതിരെ അത്തരത്തിലൊക്കെ ആരോപണം ഉന്നയിക്കാമെങ്കിൽ എല്ലാവർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം അദ്ദേഹം നിലപാടിൻ്റെ പേരിൽ മാത്രമാണ് അദ്ദേഹം പോയത്. അല്ലാണ്ട് തനിക്ക് എന്തെങ്കിലും സ്ഥാനം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടല്ല. അദ്ദേഹം മന്ത്രിസ്ഥാനം ഉൾപ്പെടെ MP സ്ഥാനം ഉൾപ്പെടെ രാജിവെച്ചിട്ട് പോകുന്ന ഒരു വിഷയത്തിലെ നിലപാടിൻ്റെ പേരിലാണ്, അല്ലാണ്ട് തനിക്ക് കിട്ടിയ സ്ഥാനം കുറഞ്ഞു പോയി എന്നുള്ളതിൻ്റെ പേരിലല്ല. അപ്പം അങ്ങനെ ഒരു പാരമ്പര്യത്തിൽ വരുന്ന ഒരാളാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ ശബ്ദമായി മാറുക എന്നുള്ളതാണ് അദ്ദേഹം എല്ലാ കാലഘട്ടത്തിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അദ്ദേഹം തുടരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ശരി, ശ്രീ നൗഷാദ് അലി, അതായത് ഒരു പ്രതിപക്ഷ സ്വരം എന്ന് തന്നെയാണ് യുവരാജ് ഒരു പടി കൂടി കടന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ സമാനമായ രീതിയിൽ, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ചെയ്യാത്ത കാര്യം പ്രതിപക്ഷ നേതാവിന് കിട്ടുന്നതിനേക്കാളിലും ജനങ്ങളുടെ വിഷയങ്ങളിൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ വിസിബിലിറ്റി വരുന്നുണ്ട്. ഇത് സ്വാഭാവികമായിട്ട് പ്രതിപക്ഷം എന്നുള്ള നിലയിൽ കോൺഗ്രസിനെയും സതീശനെയും അങ്ങയും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടിലാക്കുന്നുണ്ടാവും. അത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത് നിർഭാഗ്യകരമാണ്. ഈ ചോദ്യം ഞങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ കഴിയില്ലെങ്കിൽ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തരുത്. എനിക്ക് എല്ലാ ചോദ്യവും മനസ്സിലായി, ഞാൻ പറയാൻ മറുപടി. ഇവിടെ കോൺഗ്രസിന്റെ പ്രവർത്തകർ തെരുവിൽ കിടന്ന് തല്ലുകൊണ്ടിട്ട് 7-8 പേർക്ക് ഇന്റേണൽ ബ്ലീഡിംഗ് ആണ് തലച്ചോറിൽ. അതിന് പിന്നെ ഹെഡ് ഇഞ്ചുറി കാരണം ശസ്ത്രക്രിയക്ക് വിധേയമായി കിടക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ പുലർച്ചയ്ക്ക് പിടിച്ചുകൊണ്ടുപോയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയത്. ഞങ്ങളുടെ മുഴുവൻ കുട്ടികളും തല്ലുകൊണ്ട് ഈ സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിഷേധിക്കുമ്പോൾ ഈ സംസ്ഥാനത്ത് എവിടെയെങ്കിലും ABVP-കാരനോ യുവമോർച്ചക്കാരനോ ഒരു പ്രതിഷേധമെങ്കിലും നടത്തിയിട്ട് ഒരു അടി വാങ്ങിയതിന്റെ ഒരു വാർത്ത നിങ്ങൾ കാണിച്ചു തരുമോ? ഇവിടെ ഞാൻ നേരത്തെ ചോദിച്ചു, കെ സുരേന്ദ്രൻ എന്താ പണി? മുൻകാലങ്ങളിലൊക്കെ BJPക്ക് പ്രതിപക്ഷ മുന്നണിക്കൊപ്പം തന്നെ ഒരു ചെറിയ പോർഷൻ എങ്കിലും അവരെ നികത്തുമായിരുന്നു. എന്നാൽ ഇന്ന് ഈ കെ സുരേന്ദ്രനും സംഘവും എവിടെയും ചിത്രത്തിലില്ല. അവർക്ക് ജനങ്ങളുമായിട്ട് ബന്ധമില്ല. എന്നിട്ട് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഭരണഘടനാ പദവി നിർവഹിക്കാൻ വരുന്നയാൾ അധികാര ദുർവിനിയോഗം നടത്തുന്നതിന് അതാണ് പ്രതിപക്ഷ പ്രവർത്തനം എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള നിയമവിരുദ്ധത, അതിനകത്തുള്ള ഭരണഘടനാ വിരുദ്ധത, അതിനകത്തുള്ള സ്വന്തം അണിയോടുള്ള പരിഹാസം, ഒരുപക്ഷെ നേതൃത്വത്തോടുള്ള പുച്ഛം, അതൊക്കെയാണ് BJPയുടെ സുഹൃത്ത് ഇവിടെ വ്യക്തമാക്കിയിട്ടുള്ളത്. എനിക്കേതായാലും ആ ഒരു അർത്ഥത്തിൽ അദ്ദേഹത്തോട് മതിപ്പുണ്ട്. കാരണം സ്വന്തം പാർട്ടിക്കാരും പാർട്ടി നേതൃത്വമൊന്നും ഒരു പണിക്കും കൊള്ളാത്തവരാണ്. ആ ജോലി എടുക്കുന്നത് ഗവർണറാണ് എന്ന് സ്വന്തം പാർട്ടിക്കാരോട് പറയാതെ പറഞ്ഞ് തന്റെ പാർട്ടിയിലെ തന്റെ ആളുകളെ ഏൽപ്പിച്ച ദൗത്യമാണ് അദ്ദേഹം നിറവേറ്റിയത്. അതൊക്കെ അദ്ദേഹം ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊള്ളട്ടെ. പക്ഷേ പ്രതിപക്ഷത്തെ കുറിച്ച് ഇത്തരത്തിലൊക്കെ പറഞ്ഞു വരുമ്പോ, പ്രത്യേകിച്ചും കോൺഗ്രസിനെ കുറിച്ച് UDF-നെ കുറിച്ചും പറഞ്ഞു വരുമ്പോ അത് വിശ്വസിക്കാൻ കേരളത്തിലെ ജനങ്ങളെ കിട്ടില്ല. കാരണം ഇവിടെ ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് പറഞ്ഞ് ഇവരുടെയൊക്കെ തല തല്ലിപ്പൊളിക്കുന്നതും ഇവിടെയൊക്കെ പേപ്പട്ടികൾ വേട്ടയാടാൻ ചാടി വീഴുന്നത് പോലെ അവർ വളഞ്ഞിട്ട് തല്ലിച്ചതക്കുന്നതൊക്കെ ഈ കേരളം കാണുകയാണ്. പെൺകുട്ടികളെ അടക്കമുള്ള ആളുകളെ. അപ്പോഴാണ് പ്രതിപക്ഷം എന്താ ചെയ്യുന്നത്, എവിടെയാണ് എന്നൊക്കെ ചോദിക്കുന്നത്. ഞങ്ങൾ വളരെ കൃത്യമായിട്ട് കേരളത്തിലെ ജനങ്ങളുടെ പ്രതിഷേധത്തെ ഏകോപിപ്പിക്കുന്നുണ്ട്, പ്രതിനിധീകരിക്കുന്നുണ്ട്. നിങ്ങളുടെ ഉപദേശങ്ങൾക്ക് നന്ദി. അതുകൂടി ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ രൂപഭാവങ്ങളൊക്കെ ഒന്നുകൂടി ലക്ഷ്യവേദിയാക്കാനും പ്രകടനശേഷി ഉള്ളതാക്കാനും ഒക്കെ ഞങ്ങൾ ശ്രമിച്ചു കൊള്ളാം. യുവരാജിന്റെ മറുപടി കൂടി കേൾക്കൂ. യുവരാജ് മറുപടി. സ്വന്തം പാർട്ടിക്കാരെ മോശമാക്കുന്നതിന് ഞങ്ങളുടെ സ്വന്തം പാർട്ടിക്കാരെ മോശമാക്കുകയാണോ താങ്കളെന്ന്? കാരണം ആരിഫ് മുഹമ്മദ് ഖാൻ പ്രതിപക്ഷത്തിന്റെ ധർമ്മം നിർവഹിക്കുന്നു എന്ന് പറയുമ്പോൾ കെ സുരേന്ദ്രൻ എന്താണ് ആ ധർമ്മം നിർവഹിക്കാൻ കൊള്ളാത്തയാളാണോ എന്നാണ് നൗഷാദ് അലിയുടെ ചോദ്യത്തിന് മറുപടി പറയാം. KSUക്കാരും യൂത്ത് കോൺഗ്രസ്സുകാരും ഒക്കെ തല്ലുകൊണ്ടതിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. എനിക്കറിയാവുന്ന, നേരിട്ട് അറിയാവുന്ന പല ആൾക്കാരും തന്നെ ഈ പറയുന്ന പോലെ തന്നെ ഇന്റേണൽ ബ്ലീഡിങ്ങും ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രികളിലാണ് എന്നുള്ള വസ്തുത ഞാൻ മറച്ചു വെച്ച് സംസാരിക്കുന്നുമില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് ആ ചെറുപ്പക്കാരോടുള്ള അവഹേളനമായി പോകും. സമരം ചെയ്ത എന്ന് പറഞ്ഞ് BJP സമരരംഗത്തില്ല എന്നൊക്കെ പറയുന്നത് ഒരു തരം എന്താ പറയുക, എനിക്കതിന് ഒരു വാക്ക് കിട്ടുന്നില്ല എന്നുള്ളത് മാത്രമാണ്. NDA സെക്രട്ടേറിയറ്റ് വളയുകയും BJPയുടെ ദേശീയ അധ്യക്ഷൻ ശ്രീ JP നഡ്ഡ തന്നെ കേരളത്തിലേക്ക് വരികയും ചെയ്യുന്ന തലത്തിലുള്ള വലിയ സമര പരിപാടികൾക്ക് BJP നേതൃത്വം കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ അങ്ങയെ വിനീതമായിട്ടൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. 2, നിങ്ങളിപ്പോൾ തല്ലുകൊണ്ട് എന്ന് പറയുന്നത് ശരി തന്നെയാണ്, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ എന്തിനാണ്
എന്തിനാണ് തല്ല് കൊണ്ടത് എന്നുള്ള കാര്യവും കൂടി ഒന്ന് പറയണമല്ലോ. നിങ്ങൾ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൻ്റെ യാത്ര തുടങ്ങിയപ്പോൾ പറഞ്ഞത് ഞങ്ങൾ സമരത്തിനില്ല എന്നാണ്. അതിനുശേഷം കല്യാശ്ശേരിയിൽ അവിടുത്തെ ഒരു കൂട്ടം ചെറുപ്പക്കാർ പെട്ടെന്ന് വണ്ടിയുടെ പുറമ്പിലേക്ക് ചാടി വീഴുകയും കരിങ്കൊടി കാണിക്കുകയും ഒരു സമരം ചെയ്യുകയും ചെയ്ത് അവിടുന്ന് ഡിവൈഎഫ്ഐക്കാർ തല്ലിയതിന് ശേഷം എന്തിനാണ് സമരമെന്ന് മനസ്സിലാകാത്ത തലത്തിൽ നിങ്ങൾ കുറേ സമരങ്ങൾ ചെയ്തു. നിങ്ങൾ ഡിവൈഎഫ്ഐക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൂട്ടി കൊള്ളാവുന്ന തല്ല് മുഴുവനും നിങ്ങൾ ആലപ്പുഴ കൊല്ലം വരെ നിങ്ങൾ കൊള്ളുന്ന സാഹചര്യം ഉണ്ടായി. ഞങ്ങളുടെ ആൾക്കാരെ തല്ലാൻ വേണ്ടി ഈ ഡിവൈഎഫ്ഐക്കാർ വന്നപ്പോഴേക്കും അവരിങ്ങോട്ട് ഏത് അപ്രോച്ചാണോ എടുത്തത് അത് തിരിച്ച് നമുക്ക് തുടക്കത്തിൽ എടുക്കാൻ പറ്റിയത് കൊണ്ട് മാത്രം ഞങ്ങളുടെ പ്രവർത്തകർക്ക് തല്ലും കൊണ്ടില്ല, ഞങ്ങളുടെ ആൾക്കാർക്ക് ഇൻറ്റേർണൽ ബ്ലീഡിങ്ങും ഉണ്ടായില്ല, ഞങ്ങളുടെ ആൾക്കാർക്ക് മറ്റു പ്രശ്നങ്ങളും ഉണ്ടായില്ല. നിങ്ങൾ കരിങ്കൊടി കാണിച്ചതുപോലെ തന്നെ ഞങ്ങൾ ഇറങ്ങി കരിങ്കൊടി കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് തല്ലുകൊണ്ടെങ്കിൽ അത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, ഡിവൈഎഫ്ഐക്കാരുടെ നിന്ന് നിങ്ങളുടെ പ്രവർത്തകർക്ക് തല്ലുകൊണ്ടത് ഞങ്ങൾക്ക് നല്ല സഹതാപമുണ്ട്.